എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫോർത്ത് ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനിൽ ഇനി ഒരു ടൈപ്പ് ഓഫ് മോഷൻ കൂടി മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആ മോഷനെ യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് യൂണിഫോം, രണ്ടാമത്തേത് സർക്കുലാർ മോഷൻ. എന്താ സർക്കുലാർ മോഷൻ? If an object is moving along the circumference of a circle, you can say that motion is circular motion. Examples അറിയാം, ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. മോഷൻ ഓഫ് ദി ബ്ലേഡ്സ് ഓഫ് എ ഫാൻ സർക്കുലർ മോഷൻ്റെ എക്സാമ്പിളാണ്. പ്ലാനറ്ററി മോഷൻ ഈസ് ആൻ അപ്രോക്സിമേറ്റ് എക്സാമ്പിൾ ഫോർ സർക്കുലർ മോഷൻ. ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൗണ്ട് എ ന്യൂക്ലിയസ് എക്സാമ്പിൾ ഫോർ സർക്കുലർ മോഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉള്ള ഒരു മോഷനാണ് സർക്കുലാർ മോഷൻ. സോ റിമെമ്പർ, ഇൻ സർക്കുലാർ മോഷൻ ദ ഓബ്ജെക്ട് ട്രാവൽസ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു ടൈപ്പ് സർക്കുലാർ മോഷനാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ ആം ഓഫ് ദ ക്ലോക്ക് നോക്കൂ. ഡ്യൂറിങ് മോഷൻ ദ സ്പീഡ് ഓഫ് ദി ആം ഓഫ് ദ ക്ലോക്ക് വിൽ ഇൻക്രീസ് ഓർ ഇറ്റ് വിൽ ഡിക്രീസ് ഓർ ദ സ്പീഡ് വിൽ ബി ദ സെയിം. നമുക്കറിയാം, സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയോ സ്പീഡ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ ഈ ക്ലോക്ക് ഒരിക്കലും കറക്റ്റ് ടൈം കാണിക്കില്ല. സോ ഫോർ എ ക്ലോക്ക് ഷോയിങ് ദ കറക്റ്റ് ടൈം, ദ സ്പീഡ് ഓഫ് ദ ടിപ്പ് ഓഫ് ദി ആം ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ദി ആം ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആൻഡ് ഇറ്റ്സ് സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. So remember two factors here. One, the particle is traveling along the circumference of a circle, and second one, the speed of the particle remains constant. See this circular motion. The particle is starting from the point P. Along this circular path, the particle reaches the point P once again. Now we will say it has completed one revolution. The time taken for this one complete revolution is called time period. And number of complete revolutions made in 1 second is called frequency. അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം, there is a simple relation connecting time period t and frequency nu, and it is t equals 1 by nu. Now you see this figure. You can see a circular path. C is the center of the circle, and a particle is at the point P at a particular instant of time. Now, let the particle moves along the circumference of the circle and it reaches the point P dash. Let the time taken for that is delta t. Now you can see, during this time delta t, the radial vector Cp sweeps an angle delta theta. This delta theta is called the angular distance, or you can call it as angular displacement also. So an angular distance of delta theta is covered in time delta t. So we can define the angular speed. Angular speed is the angular distance covered in unit time, and so we can express it mathematically as angular speed omega equals delta theta divided by delta t. This angular speed is measured in the unit radians per second. During a complete revolution, the angle covered is 2 pi. And the time taken for the complete revolution is called time period t. That means, when delta theta equals 2 pi, delta t equals t, the time period. നമുക്ക് ഈ രണ്ട് വാല്യൂസിനെയും കൂടി ഈ ആംഗുലാർ സ്പീഡിൻ്റെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ഒമേഗ ഈക്വൽസ് 2 പൈ ഡിവൈഡഡ് ബൈ ടി. ബട്ട് 1 by t ഈസ് ന്യൂ ദ ഫ്രീക്വൻസി. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് ഒമേഗ ഈക്വൽസ് 2 പൈ ന്യൂ. സിൻസ് ഒമേഗ ഹാസ് ഡയമെൻഷൻസ് ഓഫ് ന്യൂ, ഒമേഗ ഈസ് സംടൈംസ് കോൾഡ് ആംഗുലാർ ഫ്രീക്വൻസി ഓൾസോ. നൗ ഇൻ ദ ഫിഗർ, you see the distance P dash. The particle is traveling along the line P dash. So P dash is the distance traveled by the particle in time delta t.
let's take that distance as delta s. So what is the linear speed? We have v equals delta s by delta t. Remember, ഈ ഡെൽറ്റ എസ് എന്ന ലീനിയർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും ഡെൽറ്റ തീറ്റ എന്ന ആംഗുലാർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും സെയിം ആണ്. ആ ടൈമിനെയാണ് ഞാനിവിടെ ഡെൽറ്റ ടി എന്നെടുത്തിരിക്കുന്നത്. ഈ ഡെൽറ്റ എസ് എന്നത് ഈ സർക്കിളിൻ്റെ ഒരു ആർക്കല്ലേ എന്ന് നോക്കൂ. നമുക്ക് ആർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. ആംഗിൾ ഈക്വൽസ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. സോ ഡെൽറ്റ തീറ്റ ഈക്വൽസ് delta s divided by r. Here you know r is the radius of the circle. Or you can write delta s equals r into delta theta. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഡെൽറ്റ എസിൻ്റെ വാല്യൂ നമുക്ക് ഈ സ്പീഡിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v ഈക്വൽസ് r into delta theta by delta t. Delta theta by delta t is angular speed. So you will get the equation v equals r omega. This is the relation connecting the linear speed of the particle with its angular speed. A uniform circular motion definition നമ്മൾ പറഞ്ഞു, speed of the particle is constant. Then only you can say it is a uniform circular motion. Then the first question that we have to answer is the velocity of the particle a constant? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഹാമർ ത്രോ ചെയ്യാൻ പോകുന്ന അത്ലറ്റിൻ്റെ കേസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ദിസ് ഹാമർ ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. വെൻ ദ ഹാമർ ഈസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, ദി അത്ലറ്റ് വിൽ മേക്ക് ദ ഹാമർ ഫ്രീ. അങ്ങനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തിൽ നിന്നും ഈ ഹാമർ വെളിയിലേക്ക് തെറിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഫിഗറിലേക്ക് നോക്കൂ. യു ക്യാൻ സി എ സർക്കുലർ പാത്ത്. ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് മാർക്ക്ഡ് ആസ് C. And let r is the radius of the circle. And let the particle is at the point P. ഈ പാർട്ടിക്കിൾ ഈ P എന്ന പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ ഇതിനെ ഫ്രീ ആക്കുന്നു എന്ന് വിചാരിക്കൂ. ഉറപ്പായും പാർട്ടിക്കിൾ ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്യും. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ആക്ടിങ് അലോങ് ദിസ് ലൈൻ. ഇത് ഈ സർക്കുലർ പാത്തിൻ്റെ ഒരു ടാൻജൻ്റ് അല്ലേ? So we can say velocity of the particle at the point P is along the tangent to the circle. Now let's assume the particle reaches the point P dash. ഈ P dash എന്ന പോയിന്റിൽ velocity of the particle is acting through the tangent of the circle and this is the direction of the tangent to the circle. അപ്പോൾ ഇങ്ങനെ സർക്കിളിൻ്റെ ടാൻജൻറ്റിലൂടെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേര് ടാൻജൻഷ്യൽ വെലോസിറ്റി എന്നാണ്. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കൂ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ എന്നറിയണമെങ്കിൽ ആദ്യം അറിയുക വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എ വെക്റ്റർ ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? യു സീ ദ ഫിഗർ ക്ലിയർലി. The direction of velocity is continuously changing. Our velocity of the particle is not a constant, it is changing continuously, so we have to say the particle has an acceleration. So we can conclude as uniform circular motion is an accelerated motion. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ട് വേർഡ്സ് ശ്രദ്ധിക്കുക. മോഷൻ നമ്മൾ യൂണിഫോം എന്നാണ് പറഞ്ഞത്. യൂണിഫോം സർക്കുലർ മോഷൻ എന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്. കേൾക്കുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് നമുക്ക് തോന്നാം. യൂണിഫോം മോഷനാണ്, ബട്ട് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ്. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ആക്സിലറേഷൻ which arises due to the change in direction of velocity. For that, as usual, you consider a circular path like this. C is the center of the circle and you assume at a particular instant of time the particle is at P. So Cp is the radial vector of the particle. I assume C is the origin and the radial vector of the particle is marked as R. At this point, velocity of the particle is acting through the tangent like this. Let's mark the velocity as V. Here you can see a property. R is the radius and
velocity is acting through the tangent. You know, radius and tangent are perpendicular to each other. That means velocity vector is perpendicular to the radial vector. Now let's assume the particle travels along the circumference of this circle and it reaches the point P dash. Now I can join the center of the circle with P dash, and it is shown as R dash in the figure, and R dash is the new position, or R dash is the new radial vector. At this point, this will be the direction of velocity, and that velocity vector is marked as V dash. ഇവിടെ നമുക്ക് ആദ്യം രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്, ഈ റേഡിയൽ വെക്ടറിനെ നമ്മൾ ആർ എന്നും ആർ ഡാഷ് എന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അത് രണ്ടും ഈക്വൽ അല്ലേ? ഈ രണ്ട് റേഡിയസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഈക്വൽ, രണ്ട് റേഡിയൽ വെക്ടേഴ്സിൻ്റെയും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. സോ ദ റേഡിയൽ വെക്ടേഴ്സ് ആർ നോട്ട് ഈക്വൽ, the magnitudes of the radial vectors are equal, and that magnitude is equal to the radius of the circular path. ഇതേ കാര്യം വെലോസിറ്റിയിലും ആപ്ലിക്കബിൾ ആണ്. Velocity v is not equal to v dash, but their magnitudes are equal. That magnitude of velocity is equal to speed of the particle. Now, let's join the initial position p with the final position p dash. I will get a vector, and that vector is marked as delta r. നമുക്കറിയാം ഡെൽറ്റ ആർ എന്നത് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ട്രയാങ്കിൾ സി പി പി ഡാഷിലേക്ക് നിങ്ങൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് വെക്ടർ ആർ പ്ലസ് വെക്ടർ ഡെൽറ്റ ആർ ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ്, ഓർ വെക്ടർ ഡെൽറ്റ ആർ ഈക്വൽസ് ആർ ഡാഷ് മൈനസ് ആർ. യു ക്യാൻ സി ഡെൽറ്റ ആർ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. Similarly, we have to calculate the change in velocity. നമ്മൾ പറഞ്ഞല്ലോ വിയും വി ഡാഷും തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. We are going to calculate that difference. For that, you see the figure, I am drawing a vector parallel to v dash. Now, I am going to draw another vector, and that vector is parallel to v. Now, I am going to draw a vector delta v like this. Let's mark this triangle as GHI. So delta v is the change in velocity. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഡെൽറ്റ ആർ is the change in position. ഈ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കൂ. You can see delta v is perpendicular to delta r. ഡെൽറ്റ വി ഡെൽറ്റ ആറിന് പെർപെൻഡിക്കുലർ ആയതിൻ്റെ റീസൺ നമുക്കറിയാം. എന്താ റീസൺ? ആർ ഈസ് പെർപെൻഡിക്കുലർ ടു വി അല്ലേ? സിമിലർലി ആർ ഡാഷ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഡെൽറ്റ ആർ. One more thing you can see. That vector delta v is directed towards the center of the circle. Delta v സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ആയിരിക്കണ്ടേ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് നമ്മൾ പറയുന്ന പേര് ആക്സിലറേഷൻ എന്നാണ്. So the acceleration of the particle is directed towards the center of the circle. നമുക്ക് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഇപ്പോഴേ കിട്ടി. ദാറ്റ് ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സി വി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് വി ഡാഷ് ഈസ് പെർപെൻഡിക്കുലർ ടു ആർ ഡാഷ്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ദി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് സെയിം ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദെയർ നോർമൽസ്. ദാറ്റ് മീൻസ് ദി ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് വി ഡാഷ് is same as the angle between r and r dash. Let's take the angle between r and r dash as delta theta. If so, the angle between v and v dash also will be delta theta. That means the triangle PCP dash and the triangle GHI are similar. From the properties of similar triangles, we can write modulus of delta v by v equals modulus of delta r divided by r. From this equation, what is modulus of delta v? Modulus of delta v equals v into modulus of delta r
divided by r. അപ്പോൾ ഡെൽറ്റ വി എന്ന ചേഞ്ച് വരാൻ എടുക്കുന്ന ടൈം തന്നെയാണ് ഡെൽറ്റ ആർ എന്ന ചേഞ്ച് വരാൻ ആവശ്യമായ ടൈം. ലെറ്റ്സ് ടേക്ക് ദാറ്റ് ടൈം ആസ് ഡെൽറ്റ ടി. ഇഫ് സോ, the instantaneous acceleration is defined as modulus of a equals limit delta t tends to 0 delta v by delta t. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഡെൽറ്റ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കൂ. a ഈക്വൽസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 v by r ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഈ വി ബൈ ആറിനെ ഞാൻ ഈ ലിമിറ്റിൽ നിന്ന് പുറത്തേക്ക് മാറ്റി എഴുതുന്നു. സോ എ ഈക്വൽസ് വി ബൈ ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ കാണുന്ന ടേം എന്താ? ദിസ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. Magnitude of instantaneous velocity means speed of the particle. And since speed is constant, this term can be replaced by v. So the acceleration becomes a equals v square divided by r. That is, the acceleration of an object moving with a constant speed v in a circle of radius r is v square by r, and this radius is and this acceleration is directed towards the center of the circle. This acceleration is called centripetal acceleration. ഈ ആക്സലറേഷൻ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സെൻറ്റർ സീക്കിംഗ് എന്നാണ് ഈ സെൻട്രിപെറ്റൽ എന്ന വേർഡിൻ്റെ മീനിങ്. ന്യൂട്ടനാണ് ആദ്യമായിട്ട് ഈ വേർഡ് പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആക്സലറേഷനെ നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസിയുടെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യം ആക്സലറേഷൻ്റെ ഇക്വേഷൻ എഴുതും. എ ഈക്വൽസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. വി എന്ന ലീനിയർ വെലോസിറ്റിയെ നമുക്ക് ആർ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ എ ഈക്വൽസ് ആർ ഒമേഗ ദ ഹോൾ സ്ക്വയർ ബൈ ആർ. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. എന്താ കിട്ടുന്ന ഇക്വേഷൻ? a equals r omega square, അല്ലേ? ബട്ട് വി നോ ഒമേഗ ഈക്വൽസ് 2 പൈ ന്യൂ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. സോ a ഈക്വൽസ് 2 പൈ ന്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. സോ a ഈക്വൽസ് 4 പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ ഇൻറ്റു ആർ. ദിസ് ഓൾസോ ഈസ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി വേരി ചെയ്യുന്നു എന്ന് കണ്ടു. വെലോസിറ്റിയുടെ വേരിയേഷൻ ഇൻ ഡയറക്ഷനാണ്. അതുകൊണ്ട് ഇതിനൊരു ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഈ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണോ? ആക്സിലറേഷൻ്റെ വാല്യൂ നോക്കൂ. വി സ്ക്വയർ ബൈ ആർ. ആർ ഈസ് എ റേഡിയസ് ഓഫ് ദ സർക്കിൾ, എ കോൺസ്റ്റൻറ്റ്. വി ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ, ദാറ്റ് ഓൾസോ ഈസ് എ കോൺസ്റ്റൻറ്റ്. So this centripetal acceleration has a constant magnitude. But what about its direction? You see the figure now. When the particle moves along the circumference of the circle, the acceleration is directed towards the center. And you can see direction of acceleration is continuously changing. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മോഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തരാം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതൂ ബുക്കിലേക്ക്. എനിക്ക് വേണ്ടത് യു ഹാവ് ടു ജസ്റ്റ് ടെൽ മീ വെദർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, റൈറ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പോയിൻറ്റ് ഈസ് ഓൾവേസ് എലോങ് ദി ടാൻജൻറ്റ് ടു ദി പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിൻറ്റ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് എലോങ് ദ ടാൻജൻറ്റ് ടു ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ. നമുക്കറിയാം ഇപ്പോൾ വെലോസിറ്റി സർക്കുലർ പാത്തിൻ്റെ ടാൻജൻറ്റിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കി. സർക്കുലർ മോഷനെ കുറിച്ച് തന്നെയാണോ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും സർക്കുലർ മോഷൻ എന്ന വേർഡ് ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് this statement is applicable not only for circular motion, this is applicable for any type of motion. Write the second statement. The acceleration vector of a particle in uniform circular motion averaged over one cycle is a null vector.
നൾ വെക്റ്റർ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എ വെക്റ്റർ ഓഫ് സീറോ മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് നൾ വെക്റ്റർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ദി ആക്സിലറേഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ averaged over one cycle. ഫിഗറിലേക്ക് നോക്കൂ. Let the particle is at the point P and the velocity is marked as v. Now you assume the particle reached this point and this is the direction of velocity v dash. Is there any difference between v and v dash? There is difference means delta v is not equal to 0. You know the equation for acceleration. Acceleration equals delta v by delta t. ഇപ്പോൾ നമ്മൾ കണ്ടു ഡെൽറ്റ വി ഈസ് നോട്ട് ഈക്വൽ ടു 0, സോ ദർ ഈസ് ആൻ ആക്സിലറേഷൻ. പക്ഷേ നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി. ദ പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് വൺ സൈക്കിൾ. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ നമുക്ക് ഒരു സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യിക്കാം. ഫിഗറിൽ നോക്കൂ നിങ്ങൾ. ദാ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ ഈ സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് നോക്കൂ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. നൗ യു ടെൽ മീ, ഈസ് ദെയർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് വി ഡാഷ്? You can see there is no difference because vector v coincide with vector v dash. So delta v becomes 0. So the acceleration also is 0. So the given statement is true. Now you write the third statement. The net acceleration of a particle in circular motion is always along the radius of the circle and directed towards the center. കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ കണ്ടിരുന്നു ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കിതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് ആദ്യം തോന്നാം. നമുക്കതിനെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് ദ സർക്കുലർ പാത്ത് ആൻഡ് ലെറ്റ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദിസ് പോയിന്റ്. ദി ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ ലൈക്ക് ദിസ്. ഞാനിതിനെ റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറയുന്നു. നമുക്കതിനെ AR എന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മുടെ ക്വസ്റ്റിലേക്ക് നോക്കൂ. അവരവിടെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സർക്കുലർ മോഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, യൂണിഫോം എന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ക്യാൻ വേരി. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പാർട്ടിക്കിളിനൊരു ആക്സിലറേഷൻ വരണ്ടേ? അപ്പോഴല്ലേ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് പാർട്ടിക്കിൾ ക്യാൻ ഹാവ് എ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ലൈക്ക് ദിസ്. ഈ രണ്ട് ആക്സിലറേഷൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിരിക്കും പാർട്ടിക്കിളിൻ്റെ നെറ്റ് ആക്സിലറേഷൻ. ഈ പാരലോഗ്രാം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദ നെറ്റ് ആക്സിലറേഷൻ ഈസ് എലോങ് ദി ഡയഗണൽ ലൈക്ക് ദിസ്. Now you can see the net acceleration is not directed towards the center of the circle. That means the given statement is false. ഇവിടെ ഈ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആയാലോ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആയാൽ ആക്സിലറേഷൻ will have only the radial component and the acceleration will be directed towards the center of the circle. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്, യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ മാത്രമേ ആക്സിലറേഷൻ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കൂ. നമുക്ക് ഈ സർക്കുലർ മോഷനെ ഒന്ന് കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതൂ. ആൻ ഇൻസെക്റ്റ് ട്രാപ്ഡ് ഇൻ എ സർക്കുലർ ഗ്രൂവ് of radius 12 centimeter moves along the groove steadily and completes 7 revolutions in 100 seconds. First question, what is the angular speed and linear speed of motion? Second question, is the acceleration vector a constant vector? What is its magnitude? See the question. An insect is trapped in a circular groove and radius 12 centimeter. So we have r equal to 12 centimeter. And it moves along the groove steadily. You note that word, steadily. Means its speed is constant, uniform circular motion. And it completes 7 revolutions in 100 seconds. So we can calculate the time period t equals 100 seconds divided by 7. In the first part, what we have to calculate? The angular speed. We have the equation for angular speed, omega equals 2 pi by t. Now you know the value of t. So this is omega equals 2 pi by 100 by 7. Calculate you noku.
you will get it as 0.44 radians per second. What is the second part of the same question? You have to find out the linear speed. Simple. Linear speed V equals R omega. You substitute the values of R and omega. Means 0.12 into 0.44. You will get the answer as 0.053 meter per second. Question the second part noku. Is the acceleration vector a constant vector? This is uniform circular motion. So the acceleration is directed towards the center of the circle. Magnitude of acceleration will be constant, but direction is continuously changing. So we can say this acceleration is not a constant vector. Now we have to find out the magnitude of this acceleration. We have the equation for acceleration. A equals omega square r. Value substitute 0.44 square into 0.12. So the answer is 0.023 meter per second square. A circular motion in the part in a base you will assignment question. Question the radius of Earth's orbit around the Sun, assumed to be circular, is 1.5 into 10 raised to 8 kilometer, and the Earth travels around this orbit in 365 days. First question. What is the magnitude of orbital velocity of Earth in meter per second? Second question. What is the radial acceleration of the Earth towards the Sun in meter per second square? Circular motion la nammal padicha equations upayogichukondu ee problem onnu solve cheyyam. Appo innathe circular motion inde class odu koodi motion in a plane enna chapter theerugayanu. Ini varuna chapterkalil ബോഡിയുടെ മോഷൻ്റെ റീസൺ കൂടി നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് നന്നായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ ആദ്യത്തെ മോഷൻ ഇൻ എ ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന രണ്ട് ചാപ്റ്റേഴ്സ് വളരെ നന്നായി പഠിക്കുക. ഇതിൽ വരുന്ന സംശയങ്ങളൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം.